ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ദിവസത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിന് അപ്ഡേറ്റ് കാണിച്ചുതരാം. 2020 അടിക്കുമ്പോൾ നമ്മുടെ വരുന്ന എൻഡവർ കാറ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മോഡലായിട്ടുണ്ട്. അതിലെ ഇപ്പോഴാണ് എനിക്ക് നല്ല ഇഷ്ടം തോന്നിയത്. കാരണം ഇപ്പോഴത്തെ ഈ മോഡൽ കൊള്ളാം. റെഡ് കളറാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ് റെഡ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കയറി നോക്കാം. കയറി ഒന്ന് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കാം. ഇതാണ് വണ്ടിയുടെ പുതിയ ഇൻറ്റീരിയർ. നമുക്കിനി അടുത്ത സ്ഥലം ഞാൻ കാണിച്ചുതരാം. അടുത്ത പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എയർപോർട്ടിൽ വരുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു കെട്ടിടം, അങ്ങനെ നമുക്ക് പറയാം, ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഒരു യെല്ലോ ബിൽഡിങ്ങാണ് വന്നിട്ടുള്ളത്. ഇതെന്തിനുള്ളതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും ആരും ചോദിക്കരുത്. എന്തായാലും പടി കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം ചാടിയാലേ ഒരു പടി തന്നെ കയറും. ഞാൻ പയ്യെ സ്ലോ മോഷനിൽ ചവിട്ടി കയറി ലാസ്റ്റ് ഇതേ മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് എന്തായാലും ജെറ്റ് പാക്ക് വിളിച്ച് ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോവാം. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഏറ്റവും മുകളിൽ എവിടെയാണ്. അതാണ് ഏറ്റവും മുകളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ജെറ്റ് പാക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് പറക്കാം. മുകളിൽ നമുക്ക് എന്തായാലും പോയി നോക്കണം. ഇതാണ് ഇതിൻ്റെ മുകൾ. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് താഴെ ഇറക്കാം. അങ്ങനെ ഇതേ ഇറക്കി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടെ എന്തിനാ നമ്മുടെ സിറ്റിയുടെ നടുക്കാണ് കേട്ടോ. ഇത് ഫുള്ള് നമുക്ക് കാണാം, എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സംഭവം കാണിച്ചു തരാം. നമ്മുടെ ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഇപ്പുറത്ത് തന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സംഭവം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതുമുണ്ട്. പിന്നെ അടുത്തത് നമ്മളെല്ലാവരും വളരെ കാലം കൊണ്ട് ഇന്ത്യ ബൈക്ക് ഡ്രൈവിംഗ് ട്രെയിനിൽ കാത്തിരുന്ന ചീറ്റ് കോഡാണ് 8370. നമ്മുടെ കോമ്പാക്റ്റ് മോഡൽ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിയലാണ്. കാരണം നമ്പറൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ പ്ലേറ്റൊക്കെ ഉള്ള ഓട്ടോറിക്ഷയാണ്. ഇതാണ് ഇൻറ്റീരിയർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ കൊണ്ട് വേറൊരു സംഗതി കാണാൻ പോകാം. കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഈ അപ്ഡേറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓട്ടോറിക്ഷയ്ക്ക് നല്ല സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ കാലം കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ഗെയിമിൽ ഓട്ടോറിക്ഷ ഇല്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം കാണിച്ചു തരാം. അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്തുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള കാർ ഷോറൂമാണ്. അപ്പം നമുക്കിനിയിപ്പോൾ ഇറങ്ങാം ഓട്ടോറിക്ഷയിൽ നിന്ന്. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫുൾ ഫോട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാറുകൾ ഇട്ടിരിക്കുക. നമ്മൾ അന്നത്തെ പോലെ കയറ്റണോ എന്തോ. ഇതിനകത്ത് എങ്ങനെ കയറും? ഗായ്സ്, നമുക്ക് ഈ വഴി മാറിപ്പോയി. ഇതുവഴിയാണ് നമ്മൾ കയറാനുള്ളത്. ഞാൻ കയറുമെന്ന് അതുവഴിയായിപ്പോയി. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ പോയാലോ, മുകളിൽ പോയാലോ? അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോയി നോക്കാം. കാരണം എനിക്ക് ഓട്ടോറിക്ഷ നല്ല ഫേവറേറ്റാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ പോകാം. ഞാനങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷ ഞാൻ നേരത്തെ വിളിച്ചത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും താഴെ ഇറങ്ങിയിട്ട് ഒരു പുതിയ സാധനം കാണിച്ചു തരാം. നമ്മളെ വരെ അത് കുത്തി കൊല്ലും കേട്ടോ. അതിന് നമ്മൾ വെറുതെ വിളിച്ചെന്തിനാണ് കുത്തു വാങ്ങുന്നതെന്ന് എനിക്ക് അറിയൂടെ. എങ്കിലും ഞാൻ അതിൻ്റെ അപ്ഡേഷനിൽ വന്നതായതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഒരു ആന സ്പൈഡറാണ് കേട്ടോ. ആനയെന്ന് പറഞ്ഞാൽ ആന. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഞാൻ ഇപ്പോൾ വിളിച്ചു തരാം. നമ്മളെ ഓട്ടോ മാസ് ഫ്രണ്ടൊക്കെ പൊങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സ്പൈഡറിനെ വിളിക്കുന്നു. 5599 ആണ്. വിളിച്ചു. അത് വന്ന് തന്നെ കുത്തുന്നു. എൻ്റെ ലൈഫ് നല്ല കുറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തോക്കെടുത്തു ഇതിനെ വെടിവെച്ച് കൊന്നു. വെടിവെച്ചാൽ ചത്തു. ഇനിയിപ്പോൾ അടുത്ത് എന്തായാലും നമുക്ക് ഒരെണ്ണത്തിനെയും കൂടി വിളിച്ചിട്ട് നമുക്ക് ഓടിപ്പോയി നമ്മുടെ ഓട്ടോയിൽ കയറാം. അപ്പം ഞാൻ ഒരെണ്ണത്തിനെയും കൂടി വിളിക്കുകയാണ്. 5599 അടിച്ചിട്ടുണ്ട്. വരുന്നു. നമുക്ക് ഓടിപ്പോയി നമ്മുടെ ഓട്ടോറിക്ഷയിൽ കയറാം. കയറിയിട്ടുണ്ട്. അതിനെ ഉരച്ചുകൊണ്ട് നമ്മൾ പോയി. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അത് ഓടി വരുന്നത് നമുക്ക് കാണാമല്ലോ. ഞാൻ സൈഡാക്കാം. ആ ഓട്ടോ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി സൈഡാക്കാം. സൈഡാക്കി. അപ്പോൾ ഞാൻ തോക്കൊക്കെ എടുത്ത് റെഡിയായി നിൽപ്പുണ്ട്. വാടാ, അതിനെ ഞാൻ കൊല്ലും. ചാടയൊക്കെ ചെയ്യും കേട്ടോ ഫ്രണ്ട്സ്. മാസ് നല്ല സ്പൈഡറും മാസാണ്. എന്തായാലും ഞാൻ വെടിവെക്കുന്നുണ്ട്. ചാവടേ, അത് ചത്തു.
പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഒരു സംഭവം കൂടിയുണ്ട്. അത് നമ്മുടെ RGS ടൂളിലാണ്. വേറെ ഒന്നുമല്ല, P14 എന്നടിക്കുക. അപ്പോൾ അതേ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ നടക്കുമ്പോഴത്തെ ഒരു സാധനം ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത്രയാണ് അപ്ഡേറ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും ഈ ഗെയിമിനെ കുറിച്ചുള്ള എല്ലാം അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ.